എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ ഫിസിക്സിലുള്ള മൂന്നാമത്തെ അധ്യായമാണ് ബലം അഥവാ ഫോഴ്സ്. ഈ അധ്യായത്തിലെ ദ്രാവക മർദ്ദം ലിക്വിഡ് പ്രഷർ മനസ്സിലാക്കുന്നതിനുള്ള ഒരു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം. എന്നാൽ നമ്മൾ പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്, ഹാക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ ടി ബെൻഡ് എന്നാണ് ഇതിനെ വിളിക്കുക. ടി ഷേപ്പിലാണ് ഇത് ഉണ്ടാവുക, അതുകൊണ്ട് ഇതിനെ ടി ബെൻഡ് എന്ന് വിളിക്കും. അങ്ങനത്തെ 3 എടുത്തിട്ടുണ്ട്. ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്, PVC പൈപ്പിനിടാൻ വേണ്ടിയിട്ട് ടോപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബലൂണുകൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു കപ്പ് വെള്ളമുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി പരീക്ഷണം ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ PVC പൈപ്പ് ഒന്ന് മുറിക്കുകയാണ്. PVC പൈപ്പ് മുറിക്കുകയാണ്. അത് മുറിച്ചു. 3 കഷ്ണങ്ങളാണ് നമുക്ക് വേണ്ടത്. ഏകദേശം തുല്യ വലുപ്പത്തിലാക്കാം. മൂന്നാമത്തെ കഷ്ണം മുറിക്കുകയാണ്. അപ്പോൾ 3 പൈപ്പുകൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ടി ബെൻഡ് ഇതിൽ പിടിപ്പിക്കാം. നോക്കുക, ആണല്ലോ. ഒന്നാമത്തെ ടി ബെൻഡ് പിടിപ്പിച്ചു. രണ്ടാമത്തത്, ഇനി 3ാമത്തെ ടി ബെൻഡ് അതിൽ പിടിപ്പിക്കുകയാണ് അല്ലേ. അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം കൂടി നമുക്ക് എടുക്കാം. ഇവിടെ ഒന്ന് ഘടിപ്പിച്ചു. ഘടിപ്പിച്ചു. ഇനി നമുക്കിതിൻ്റെ അടിയിൽ ഒരു ടോപ്പ് കൊടുക്കുകയാണ്. നമുക്കിനി ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇനി ഇവിടെ നമ്മൾ ഈ ബലൂൺ ഇവിടെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു ബലൂൺ ഇവിടെ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. 3 ബലൂണുകളാണ്, 1, 2, 3 അങ്ങനെ ബലൂണുകളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ വെള്ളം ഒഴിക്കുകയാണ്. നോക്കുക, വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിലുള്ളൂ. ഇത് കൂടുതൽ വെള്ളമുണ്ട്, ഇതിൽ കൂടുതൽ വെള്ളമുണ്ട്, ഇതിൽ ഏറ്റവും കൂടുതൽ വെള്ളമുണ്ട്. കണ്ടല്ലോ, ഇതിൽ വളരെ കുറച്ച്, ഇത് എത്രത്തോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇത്ര വെള്ളം മാത്രമേ ഉള്ളൂ.
ഇതിൽ കുറച്ച് ഇതിൽ വളരെ കൂടുതൽ വെള്ളം. ക്ലിയർ ആണല്ലോ? റെഡി അല്ലേ? നിങ്ങളിവിടെ എന്താണ് കണ്ടത്? ഒരു PVC പൈപ്പ് എടുത്ത് അതിൽ നമ്മൾ എന്ത് ചെയ്തു? 3 ടീ ബെൻഡ് ഫിറ്റ് ചെയ്തു. അതുപോലെ 3 ബലൂണുകളും ഫിറ്റ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ജലം ഒഴിക്കുകയാണ്. ജലം ഒഴിച്ചപ്പോഴോ ഏറ്റവും താഴെയുള്ള ബലൂൺ, അതായത് C എന്ന ബലൂൺ ഏറ്റവും നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്തു, അല്ലെങ്കിൽ വികാസം പ്രാപിച്ചു. എന്തുകൊണ്ടായിരിക്കും C എന്ന ബലൂണിന് ഇത്രമാത്രം വികാസം ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഉണ്ടാവാൻ കാരണം? ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഈ കുഴലിലെ ദ്രാവക നിരപ്പ് എവിടെയാണ്, അല്ലെങ്കിൽ ഈ പൈപ്പിലെ ലിക്വിഡ് ലെവൽ എവിടെയാണ്? A എന്ന ബലൂണിന് തൊട്ട് മുകളിലായിട്ടാണ്, അല്ലേ? അപ്പോൾ ഈ ലിക്വിഡ് ലെവലിൽ നിന്നും, അല്ലെങ്കിൽ ദ്രാവക നിരപ്പിൽ നിന്നുമുള്ള ആഴം ഏത് ബലൂണിനാണ് കൂടുതൽ? C എന്ന ബലൂണിനാണ് ഡെപ്ത് കൂടുതൽ. അപ്പൊ C എന്ന ബലൂൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ലിക്വിഡ് ലെവലിൽ നിന്നും, അല്ലെങ്കിൽ ദ്രാവക നിരപ്പിൽ നിന്നും വളരെ താഴെയാണ്, അല്ലേ? വളരെ താഴെയാണ്. പക്ഷെ B ആണെങ്കിലോ അത്ര തന്നെ താഴെയല്ല. A എന്ന് പറയുന്നതോ ആ ദ്രാവക നിരപ്പിന്, അല്ലെങ്കിൽ ലിക്വിഡ് ലെവലിന് വളരെ അടുത്താണ്. അപ്പൊ ഏറ്റവും താഴെയുള്ള, ഡെപ്ത് കൂടുതലുള്ള, ആഴം കൂടുതലുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന C എന്ന ബലൂൺ എന്ത് ചെയ്യുന്നു? കൂടുതൽ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ കാരണം മനസ്സിലായല്ലോ? ദ്രാവക നിരപ്പിൽ നിന്നുള്ള ആഴം കൂടുന്നതിനനുസരിച്ച് ദ്രാവകം ആ ബലൂണിനുമേൽ എന്ത് ചെയ്യുന്നു? കൂടുതൽ മർദ്ദം, അല്ലെങ്കിൽ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു, അല്ലേ? ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് കോളം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്. അതായത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച്, ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. അപ്പോൾ ഇവിടെ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ദ്രാവകങ്ങളിൽ അനുഭവപ്പെടുന്ന മർദ്ദം അതിനു മുകളിലുള്ള ദ്രാവക യൂപത്തിന്റെ ഉയരത്തെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലേ? ദ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഇൻ ലിക്വിഡ് ഡിപ്പെൻഡ് ഓൺ ദി ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം അബവ് ഇറ്റ്, അല്ലേ? അതായത് ദ്രാവക രൂപത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. അതുകൊണ്ടല്ലേ C എന്ന ബലൂൺ കൂടുതൽ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്തത്, അല്ലെങ്കിൽ കൂടുതൽ നന്നായിട്ട് വികാസം പ്രാപിച്ചത്? ആ പൈപ്പിലുള്ള ജലനിരപ്പിൽ നിന്നും, അല്ലെങ്കിൽ വാട്ടർ ലെവലിൽ നിന്നും താഴേക്കുള്ള ആഴം കൂടുതലുള്ളത് ഏത് ബലൂണിനാണ്? C എന്ന ബലൂണിനാണ്. അതുകൊണ്ട് C എന്ന ബലൂണിൽ കൂടുതൽ മർദ്ദം അനുഭവപ്പെട്ടു, ശരിയല്ലേ? B എന്ന ബലൂണിനോ അത്ര തന്നെ മർദ്ദം അനുഭവപ്പെട്ടില്ല. A എന്ന ബലൂണിനോ അത് ആ വാട്ടർ ലെവലിൽ നിന്നും, അല്ലെങ്കിൽ ദ്രാവക നിരപ്പിൽ നിന്നും വളരെ അടുത്താണ്. അതുകൊണ്ട് അതിന് മർദ്ദം വളരെ കുറച്ച് മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് കോളം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്, അല്ലെ? ദ്രാവക രൂപത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. ദ ത്രസ്റ്റ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ബൈ എ ലിക്വിഡ് ഈസ് ലിക്വിഡ് പ്രഷർ. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെയാണ് ദ്രാവക മർദ്ദം എന്ന് വിളിക്കുന്നത്. ദ ലിക്വിഡ് എക്സേർട്ട് ഫോഴ്സ് ഓൺ ഓൾ സൈഡ് ഓഫ് ദി കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ ടേക്കൺ. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട്. അതായത് താഴേക്ക് മാത്രമല്ല ബലം പ്രയോഗിക്കുന്നത്, ആ പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും, ആ കണ്ടെയ്നറിന്റെ എല്ലാ സൈഡിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ മനസ്സിലാക്കിയത്? ദ്രാവക രൂപത്തിന്റെ ഉയരം, അല്ലെങ്കിൽ ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ് എന്തിനെ സ്വാധീനിക്കുന്നു? അത് പ്രയോഗിക്കുന്ന മർദ്ദത്തെ സ്വാധീനിക്കുന്നു, അല്ലെ? The height of the liquid column influences the pressure exerted by it. ഓക്കെ ആണല്ലോ? 2 ഗ്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഉപ്പ് വെള്ളമാണ്, അല്ലെങ്കിൽ ഉപ്പ് ലായനി, സലൈൻ വാട്ടർ എന്ന് പറയും. ഒരു ഗ്ലാസ്സിൽ സാദാ ജലവും എടുത്തിട്ടുണ്ട്. ഈ ഉപ്പുവെള്ളം നല്ലോണം ഇളക്കുകയാണ്. അതായത് ഈ വെള്ളത്തിന്റെ സാന്ദ്രത, ഡെൻസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഏകദേശം നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. ഇത് ഉപ്പുവെള്ളമാണ്, ഡെൻസിറ്റി കൂടിയ വെള്ളമാണ്. ഇനി എൻ്റെ കയ്യിലുള്ളത് 2 PVC പൈപ്പുകളാണ്. ഈ PVC പൈപ്പുകളുടെ അറ്റത്ത്, ഒന്നിൻ്റെ അറ്റത്ത് ഒരു ബലൂണ്, നീല കളറുള്ള ഒരു ബലൂണ്, ഒന്നിൻ്റെ അടുത്ത് വെള്ള കളറുള്ള ഒരു ബലൂണ്. 2 ബലൂണും തുല്യ വലുപ്പത്തിലുള്ളതാണ്. പിന്നെ ഇതിലെടുത്ത വെള്ളവും ശ്രദ്ധിക്കുക, രണ്ടും തുല്യ അളവിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. തുല്യ അളവിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം എന്ത് ചെയ്യണം? ഈ PVC പൈപ്പിലേക്ക് ഒഴിക്കണം. അപ്പം അതിനു വേണ്ടി ഈ ട്രേയിൽ വെച്ചാണ് നമ്മൾ ഒഴിക്കുന്നത്. ആദ്യം നമുക്ക് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചു.
ഇതിലേക്ക് ഉപ്പുവെള്ളം ഒഴിക്കുകയാണ്. ഏത് ബലൂണാണ് ഏറ്റവും നന്നായിട്ട് വികസിച്ചത് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തത്? ഉപ്പുവെള്ളം എടുത്ത ബലൂണാണ് വളരെ നന്നായിട്ട് വികസിച്ചത്, അല്ലേ? സലൈൻ വാട്ടർ എടുത്ത ആ ബലൂണാണ് വളരെ നന്നായിട്ട് എന്ത് ചെയ്തത്? എക്സ്പാൻഡ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും കാരണം? നമുക്കറിയാം ഉപ്പുവെള്ളം അല്ലെങ്കിൽ സലൈൻ വാട്ടറിന് എന്ത് കൂടുതലാണ്? സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ആ ദ്രാവകം അപ്ലൈ ചെയ്യുന്ന മർദ്ദത്തിനും വ്യത്യാസമുണ്ടാകും. അപ്പൊ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് ആ ദ്രാവകം ഉണ്ടാക്കുന്ന മർദ്ദവും കൂടും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ പ്രഷർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദി ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. അപ്പൊ ഇതുവരെ ചെയ്ത പരീക്ഷണങ്ങളിൽ നിന്നും ദ്രാവക മർദ്ദത്തെ അല്ലെങ്കിൽ ലിക്വിഡ് പ്രഷറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ദ്രാവക രൂപത്തിന്റെ ഉയരം, അല്ലേ? അതായത് ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം, അതായത് നമുക്ക് എന്ത് വിളിക്കാം? എച്ച് എന്ന് വിളിക്കാം. ഇനി ദ്രാവകത്തിന്റെ സാന്ദ്രത, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, അല്ലേ? ഇത്രയും കാര്യങ്ങൾ അത് ആശ്രയിക്കുന്നുണ്ട്. നമുക്കറിയാം മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ, ബലം ഡിവൈഡഡ് ബൈ പരപ്പളവ്. ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ എന്താണ്? ഭൂമി അല്ലെങ്കിൽ എർത്ത് ആ വസ്തുവിനെ പിടിച്ച്, ആ ഒബ്ജക്റ്റിനെ പിടിച്ച് താഴോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ട്. അപ്പോഴുണ്ടാവുന്ന ത്വരണത്തെ അല്ലെങ്കിൽ ആക്സിലറേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗുരുത്വാകർഷണ ത്വരണം എന്ന് വിളിക്കുക. അത് എത്രയാ? ജി എന്നാണ് നമ്മൾ വിളിക്കുക, അല്ലേ? അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ളത് എന്തായിട്ട് മാറും? എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി എന്നായിട്ട് മാറും, അല്ലേ? ഇവിടെ ത്വരണം എന്തായിട്ട് മാറി? ഗുരുത്വാകർഷണ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് മാറി. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം ജി ആണ്. എന്താണ് ഈ എം ജി? യെസ്, ആ വസ്തുവിന്റെ ഭാരം അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഇനി അതിന് നമ്മൾ പ്രഷർ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ വെയിറ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഏരിയ കൊണ്ട് അല്ലെങ്കിൽ പരപ്പളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, യൂണിറ്റ് പരപ്പളവിലുള്ള ദ്രാവക രൂപത്തിന്റെ ഭാരത്തിന് ആനുപാതികമാണെന്ത്? ദ്രാവക മർദ്ദം. ലിക്വിഡ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം ഓവർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ദ്രാവക രൂപത്തിന്റെ ഉയരം എച്ചും ദ്രാവകത്തിന്റെ സാന്ദ്രത ഡിയും ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയുമായാൽ ദ്രാവക മർദ്ദം എന്തായിരിക്കും? പി ഇസ് ഈക്വൽ ടു എച്ച് ഡി ജി ആയിരിക്കും, അല്ലേ? ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം ഈസ് എച്ച്, the density of liquid is d and the acceleration due to gravity is g, then liquid pressure is p is equal to hdg. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞത്? ദ്രാവക മർദ്ദം അല്ലെങ്കിൽ ലിക്വിഡ് പ്രഷറിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി. എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.